മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യന്റെ ജനാസ ഖബറടക്കാൻ പോയതാണ്. മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞു. എല്ലാവരും ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. എല്ലാവരും ചോദിച്ചു, തങ്ങളെ വരുന്നില്ലേ? ആ ജനാസ കുളിപ്പിച്ചോ, കഫം പൊതിഞ്ഞോ, നിസ്കരിച്ചോ, ഖബറടക്കി, ഇനി എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എല്ലാവരും പോകാൻ, എനിക്ക് അല്പനേരം ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഴയ ഖബറിന്റെ ചാരത്ത് പോയി നിൽക്കുകയാണ്. ഒരു ഖബറിന്റെ ചാരത്ത് പോയി നിൽക്കുകയാ. ഒരുപാട് സമയമായിട്ടും മിണ്ടാതെ നിൽക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്താണ് ഖബർ ചോദിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എന്നോടൊന്നും ചോദിക്കാനില്ലേ? എൻ്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ നിനക്കറിയണോ? ഒരാളോട് പെരുമാറുന്നത് എങ്ങനെയാണെന്നറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഖബറിനോട് ചോദിച്ചു, എങ്ങനെയാണ് നീ പെരുമാറുന്നത്? ഖബർ പറയുകയാ, മസഖത്തുൽ അക്ഫാർ വസദഖത്തുൽ ഖബറിങ്ങനെ വിവരിക്കാൻ തുടങ്ങുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചെവി പൊത്തി പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, പറയല്ലേ, 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 അത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഖബർ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തളർന്നു വീണടോ. ഖബറിന്റെ മുകളിൽ തളർന്നു വീണു, കിടന്ന് കരയുകയാ. ഏങ്ങി ഏങ്ങി കരയുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഖബറിന് പോലെ സങ്കടം തോന്നിയടോ. അപ്പോഴാ ഖബർ പറഞ്ഞു കൊടുത്തത്, അല്ലദുല്ലുക അലാ അക്ഫാരി ലാ തുബ്ലാ, രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തു എന്ന ചരിത്രം പറയുമ്പോ ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രമാണ് പറയുന്നത്. പടച്ചവനെ, മരണമെടുത്തു എന്ന് മനസ്സിലാവുകയാണ്, മരണമെടുത്തു എന്ന് മനസ്സിലാവുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് പടച്ചവനെ അവിടന്ന് പോയി കുളിക്കുകയാണ്, അവിടന്ന് പോയി കുളിക്കുകയാണ്. അവിടന്ന് കുളിച്ചുരുങ്ങിയിട്ട് തന്റെ വീടിന്റെ റൂമിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. മരണത്തിന് വേണ്ടി തയ്യാറാവുകയാണ്, മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്നിട്ടതാ മരിക്കാനുള്ള തയ്യാറെടുപ്പോടെ അതാ തന്റെ ബെഡ്റൂമിന്റെ അകത്ത് കയറി കിടക്കാ പോകുമ്പോ അവിടെന്ന് വിളിക്കുന്നു, ഫാത്തിമ, ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയെ അടുത്ത് വിളിക്കുകയാണ്, ഇങ്ങടുത്തു വാ ഫാത്തിമ, ഇങ്ങടുത്തു വാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, ഞാൻ പോവുകയാണ് ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ, എനിക്ക് നിന്നോട് പൊരുത്തമുണ്ട്. ഭാര്യയും ഭർത്താവും അവസാനമായി പിരിയുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയാണ്, ഉപദേശങ്ങൾ കൊടുക്കുകയാണ്, വസിയത്തുകൾ ചെയ്യുകയാണ്. അതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്ന് കരയുകയാണ്. ഫാത്തിമ വല്ലാതെ സങ്കടത്തിലാണ്. പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറയാ പോവുകയാണ്. അപ്പോഴാണ് ഫാത്തിമയോട് ചോദിക്കുന്നു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാനുണ്ടോ? ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ ഫാത്തിമ? ഫാത്തിമ നിന്ന് കരയുകയാ, ഫാത്തിമ നിന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ,
എങ്കിൽ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടയ്ക്കു ഫാത്തിമ. റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കു ഫാത്തിമ. ഫാത്തിമ കരയുകയാ, എന്തിനാ എന്നെ റൂമിന്റെ പുറത്തിറക്കുന്നത്? നിങ്ങളുടെ മരണം എടുത്തല്ലോ, അവസാന സമയമാണല്ലോ, നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമല്ലേ, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന അവസാനത്തെ സമയമല്ലേ, എന്തിനാ എന്നെ പുറത്തിറക്കുന്നത്? എന്നോട് വെറുപ്പാണോ? എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നീ എന്റെ കൂടെ നിൽക്കുന്നത് ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, പിന്നെ എന്തിനാണ് റൂമിന്റെ പുറത്തിറങ്ങി വാതിലടയ്ക്കാൻ പറയുന്നതെന്നറിയുവോ? അവിടെ നിന്ന് പറയുകയാ, ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാ ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ, എന്റെ കൂട്ടുകാര് വരുന്നു ഫാത്തിമ, എന്നെ കാണാൻ അതിഥികൾ വരുന്നു. മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്നെ കാണാൻ വരുന്നു ഫാത്തിമ. നീ അടുത്ത് നിൽക്കല്ലേ, നീ വെളിയിലിറങ്ങു ഫാത്തിമ, നീ റൂമിന്റെ പുറത്തിറങ്ങു ഫാത്തിമ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ മനസ്സില്ല മനസ്സോട് റൂമിന്റെ പുറത്തിറങ്ങി വാതിലടയ്ക്കുകയാണ്. സമാധാനമില്ലടോ, കാരണം തന്റെ ഭർത്താവ് റൂമിന്റെ അകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, മരിക്കാൻ പോവുകയാണ്. ഫാത്തിമയുടെ മനസ്സ് വിങ്ങുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. അപ്പോഴും ചിന്തിക്കുന്നു, അല്ലാ, ആരാണ് റബ്ബേ എന്റെ ഭർത്താവിനെ കാണാൻ വരുന്ന അതിഥികൾ? ആരാണ് റബ്ബേ? ഫാത്തിമയ്ക്ക് വല്ലാത്ത ആകാംക്ഷയാവുകയാണ്, ഫാത്തിമയ്ക്ക് വല്ലാത്ത ആകാംക്ഷയാവുകയാണ്. ഫാത്തിമ എന്ത് ചെയ്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാൻ വരുന്നതാരാണെന്നറിയാൻ അടച്ചിട്ടിരുന്ന വാതിലിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് പറയുന്നതെന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് സലാം പറയുകയാ. അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനോട് സലാം പറയുകയാണ്. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളോട് സലാം പറഞ്ഞ പടന്ന് സ്വീകരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയുടെ കണ്ടടങ്ങൾ നിറയുകയാ, കൈകാലുകൾ വിറയ്ക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ റൂഹ് പിടിക്കാൻ കാബുൽ അർവാഹ് വന്നിരിക്കുകയാണ്. ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. പടച്ചവനെ, എങ്ങനെയാണ് മരിക്കുന്നത്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നത് എന്ന് കാണാൻ രണ്ടാമതും വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഖുർആൻ ഓതുന്നു വാപ്പാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. സാധാരണ ആയത്തല്ല. അല്ലാഹുവേ, ഏതായത്താ ഓതിയതെന്നറിയുമോ? അസ്റായിൽ എന്ന് പറയുന്ന മലക്കം തന്റെ അനുയായികളും തന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി തന്റെ റൂമിന്റെ അകത്ത് കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബിന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന
യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. വാതിലിന്റെ പടിതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന തന്റെ പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവസാനമായി പറയുകയാണ്, ഫാത്തിമ ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. ഫാത്തിമ, നല്ല മരണം കിട്ടണമെങ്കിൽ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് പടച്ച റബ്ബ് നല്ല മരണം കൊടുക്കുന്നതെന്ന് വാതിലിന്റെ പടിതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവിടെന്ന് വിളിച്ചു പറയുകയാണ്, തന്റെ മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞ് പടച്ചവനെ അനക്കമില്ലടോ, റൂമിന്റെ അകത്ത് അനക്കമില്ല, തന്റെ ഭർത്താവ് മിണ്ടുന്നില്ല. ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ വാതിൽ തുറന്ന് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, എന്ത് സുഗന്ധമെന്നറിയുവോ, റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങു മാറ്റുമ്പോ എന്തൊരു പ്രകാശമാണല്ലാ, എന്തൊരു ചിരിയാ അല്ലാ. കാട്ടുതീ പടരുന്നത് പോലെ നാട്ടുകാര് മുഴുവനും അറിയുകയാണ്. എല്ലാവരും ഓടി വന്നടോ, എല്ലാവരും ഓടി വന്നടോ. കണ്ടവർ അത്ഭുതപ്പെടുകയാണ്. പടച്ചവനെ, വല്ലാത്ത മരണമായിരുന്നു, വല്ലാത്ത സുഗന്ധമായിരുന്നു. അവസാനം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ജനാസ അവിടെന്ന് കുളിപ്പിക്കുകയാ. അവിടെന്ന് കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ അവിടെന്ന് ഖബറടക്കുകയാണ്. ഖബറടക്കി കഴിഞ്ഞപ്പോ അല്ലാഹുവേ, സാധാരണ ഖബറടക്കി കഴിഞ്ഞ ജനങ്ങൾ മടങ്ങി പോകുമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ ഖബറടക്കി കഴിഞ്ഞപ്പോ ആരും പോകുന്നില്ലടോ. ജനങ്ങൾ അവിടെ നിൽക്കുകയാണ്. എല്ലാവരും പരസ്പരം ചർച്ച ചെയ്യുകയാണ്. എന്താണ് പറയുന്നതെന്നറിയുവോ? എന്തൊരു മരണമാണല്ലാ, വല്ലാത്ത മരണമാണ് റബ്ബേ. ഖുർആൻ ഓതിയിട്ടാ മരിച്ചത്, ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു മരണം അല്ലാഹു കൊടുത്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ജനാസ കൊണ്ടുവന്ന വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും മടങ്ങുകയാണ്. എല്ലാവരും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെന്നു. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ, സങ്കടപ്പെടുത്താമെന്നതല്ല, നീ ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാ ഫാത്തിമ. നീ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാ ഫാത്തിമ. നീ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാ ഫാത്തിമ. ഞങ്ങൾ വന്നത് വേദനിപ്പിക്കാനല്ല, ഒരേ ഒരു കാര്യം ഞങ്ങൾക്ക് ചോദിക്കാനാണ്. ഒരേ ഒരു കാര്യം ഞങ്ങൾക്കറിയണം ഫാത്തിമ. എന്താണ് ഞങ്ങൾക്കറിയേണ്ടതെന്നറിയുവോ? നിന്റെ ഭർത്താവ് മരിച്ചത് അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാ. അല്ലാഹുവിന്റെ ഖുർആനിലെ സ്വർഗത്തിന്റെ ആയത്ത് ഓതിയിട്ടാ, ശഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ്. എന്തൊരു പ്രകാശമായിരുന്നു, എന്തൊരു സുഗന്ധമായിരുന്നു. മയ്യത്ത് കുളിപ്പിച്ചവരും കഫം പൊതിഞ്ഞവരും ചുമന്നവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു, നിന്റെ ഭർത്താവിന് വല്ലാത്ത സുഗന്ധമായിരുന്നെന്ന്. ഫാത്തിമ, എങ്ങനെയാ ഇങ്ങനെ ഒരു മരണം കിട്ടിയത്? ഞങ്ങൾക്കും വേണം ഫാത്തിമ, ഞങ്ങൾ
ഞങ്ങൾക്കും ഇതുപോലെ ഒരു മരണം വേണം. അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജനാസ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് ജനങ്ങൾ മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്ന് ചോദിച്ചപ്പോ ആ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവേ, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സറിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ പറയുകയാണ്, എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പഠിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദന അഖ്വഫ ലില്ലാഹ്. തന്റെ ഭർത്താവിന്റെ ജനാസ ഖബറിനകത്ത് വെച്ചിട്ട് നാട്ടുകാർ മുഴുവനും വന്നിട്ട് ചോദിക്കുന്നു, നിന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു നല്ല മരണം കൊടുക്കാറ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഉമ്മയല്ല, വാപ്പയല്ല, നാട്ടുകാരല്ല, കുടുംബക്കാരല്ല, അയൽവാസികളല്ല, മഹല്ലിലെ ഇമാമല്ല, കൂടെ കടന്നവൾ പറയുകയാ, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകത്തിന്റെ ദിവനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ജീവിതത്തില് അല്ലാഹുവിനെ പേടിയുള്ള, എന്റെ ഭർത്താവിനെക്കാളും പേടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വല്ലാഹി മാ റഅയ്തു, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനാ, അല്ലാഹുവിനെ ഭയന്ന് പേടിച്ച് ജീവിച്ച മനുഷ്യനാണ് എന്റെ ഭർത്താവ്. അയാളെ കാര്യം അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. റബ്ബേ, എന്നിട്ട് മഹ്ദി പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടപ്പറയിൽ കിടക്കുമ്പോ ഭാര്യയും ഭർത്താവും പരസ്പരം സംസാരിക്കുമല്ലോ. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അതാ ഫാത്തിമ പറഞ്ഞു, അല്ലാഹുടെ പേര് പറഞ്ഞു, അല്ലാഹുടെ പേര് പറഞ്ഞു. റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്കി ഹത്താ യുസ്ബിഹ. ഞാൻ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. വെളുപ്പാകാലം വരെ ഇരുന്നു കരഞ്ഞു. മരണം പറഞ്ഞപ്പോഴല്ല, ഖബർ പറഞ്ഞപ്പോഴല്ല, മസ്സറ പറഞ്ഞപ്പോഴല്ല, നരകം പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ വെളുപ്പാങ്കാലം വരെ എൻ്റെ ഭർത്താവ് വീടിൻ്റെ അകത്തിരുന്ന് കരഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലവനാണ് എന്ന് പറയേണ്ട രണ്ടാമത്തെ ആൾ ആരാ? ഇത്രയും കേട്ടിട്ട് മനസ്സിലായില്ല? ആരാ പറയണ്ടേ? ഈ മഹല്ലുകാരോ പള്ളിയിലെ ഹത്തീബോ പ്രസിഡന്റോ സെക്രട്ടറിയോ കമ്മിറ്റിക്കാരോ അല്ലട ചങ്ങാതി. നിന്റെ കൂടെ കടന്ന് നിന്റെ പെണ്ണുംപിള്ള പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയൂ, അപ്പടി ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ഭാര്യ പറയോ നിങ്ങൾ നല്ലവനായിരുന്നു എന്ന്? പറയോ ആകാമാരെ? സ്റ്റേജിലൊക്കെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. സ്വന്തം ചിന്തിക്കോ, പറയോ? ഓളി ലോകത്തുള്ള ആരെക്കുറിച്ച് വേണമെങ്കിലും നല്ലതെന്ന് പറയും.
നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഓക്കറിയാം, ഓള് പറയൂലടോ. അള്ളാഹു നോക്കി ഈമാൻ നൽകുമാറാകട്ടെ. അല്ലെങ്കിൽ രാത്രി വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാൻ പോകുമ്പോൾ ചുമ്മാതെ ഭാര്യയുടെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കണം. എന്തോ എന്നെ ഇങ്ങനെ നോക്കണേ? ഇല്ലടി ആമിന, സിറാജ് പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ മരിച്ചാൽ നീ പറയൂടി ഞാൻ നല്ലവനാണെന്ന്. പിന്നെ നിങ്ങളുടെ സ്വഭാവം എന്താന്ന് അയാൾക്കറിയില്ലല്ലോ. എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് എൻ്റെ പൊന്നാര ചങ്ങാതി, നമ്മുടെ ഭാര്യമാര് പറയണം നമ്മൾ നല്ലവനാണെന്ന്. പറയോ? എങ്ങനെ പറയാനാ? നാട്ടുകാരുടെ മുമ്പിൽ വലിയ തങ്ങൾ മഹാനായിട്ടൊക്കെ നടക്കുക, വലിയ കതറൊക്കെ ഇട്ട് നമ്മളിങ്ങനെ നടക്കും. ഓളുടെ മുമ്പിൽ വില വേണോടോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചില ഭർത്താക്കന്മാര് പെണ്ണുങ്ങളോട് പറയും, ഉസ്താദന്മാരുടെ വയത് കേട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ പറയും, കേട്ടോടി ഉസ്താദ് പറഞ്ഞേട്ടോ, ഇവള് പറഞ്ഞേട്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ. ഭർത്താവ് ഭാര്യയോട് പറയുന്നു, എൻ്റെ മൂക്കിൻ്റെ അകത്തുനിന്ന് ചീഞ്ചല ഒഴുകി വന്നാൽ നീ അതുപോലെ തുടച്ചെടുക്കണം. ഭർത്താവ് ഭാര്യയോട് പറയുന്നു, അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. അത്രയ്ക്കും പവറാ എനിക്ക്, എൻ്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്ന് ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയും. ഓനാണ് ഈ കഞ്ചാവ് അടിച്ച് കിടക്കുന്നവനാ, ഇവനാ വീട്ടിൽ പോയിട്ട് പറയുന്നത്. തൻ്റെ ഭാര്യയ്ക്ക് ചെലവിന് പോലും കൊടുക്കാത്തവനാ പോയി എന്തൊക്കെ പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മുടെ ഭാര്യ പറയണം നമ്മൾ നല്ലവനാണെന്ന്. അങ്ങനെ പറയണമെങ്കിൽ നീ നല്ലവനായി ജീവിക്കണം. നീ നല്ലവനായി ജീവിച്ചാൽ നീ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഈ മഹല്ലുകാർ മുഴുവനും നീ മഹാനാണെന്ന് പറഞ്ഞാൽ മഹാനാവത്തൊന്നും ഇല്ലടോ. ഞാനെപ്പോഴും പറയും, പള്ളിയിലെ ഉസ്താദിനെ കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞാൽ അയാൾ യഥാർത്ഥ ഉസ്താദല്ലെന്നാണ് ഞാൻ പഠിച്ചിരിക്കണേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടുത്തെ ഇമാമാരപ്പ അള്ളാഹു ആഫിയത്തിനെ ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു പള്ളിയിലെ ഉസ്താദിനെ കുറിച്ച് നാട്ടുകാർ മുഴുവനും നല്ലവനാണെന്ന് പറഞ്ഞാൽ അയാൾ യഥാർത്ഥ നല്ല ഉസ്താദല്ല. അങ്ങനെ പറയുമോ? ഒരിക്കലും പറയൂലടോ. ഉസ്താദ് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടത് വിളിച്ചു പറയുമ്പോൾ എതിർപ്പുണ്ടാകും. പറയേണ്ടത് യഥാർത്ഥ കാര്യങ്ങൾ, പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എതിർപ്പുണ്ടാകും. അള്ളാഹു ഒരുപാട് 13 വർഷമൊക്കെ ഒരു പള്ളി ജോലി ചെയ്യണമെങ്കിൽ അള്ളാഹു നാട്ടുകാർ നല്ലവരാ, തരുമാറാകട്ടെ. 13 വർഷമായിട്ട് ഉസ്താദ് ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല കാര്യം. അള്ളാഹു ഖൈറാകുന്ന കാലം വരെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മാസം ഇരിക്കത്തില്ലല്ലോ. ഒരു മാസം പള്ളിയിലൊക്കെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാടോ, ഓരോ പള്ളികളിൽ ഖത്തീബാകണമെങ്കിൽ ഇന്ന് വലിയ ടെസ്റ്റുകൾ നടത്തുന്ന കാലമാണ്. വലിയ ടെസ്റ്റുകൾ. ഉസ്താദ് ഒന്ന് വന്ന് പ്രസംഗിക്കണം, ഉസ്താദ് ഒന്ന് ഇമാമത്ത് നിൽക്കണം, എന്നിട്ട് കൊള്ളാവുന്നെങ്കിൽ മാത്രം ആരെ കമ്മിറ്റിക്കാരിങ്ങനെ പുറകെ വന്ന് നിൽക്കും. ഉസ്താദിൻ്റെ ഖിറാഅത്ത് നോക്കാൻ, ഉസ്താദിൻ്റെ ഓത്ത് ശരിയാണോ നോക്കാൻ, ഉസ്താദിൻ്റെ പ്രസംഗം കൊള്ളാവോ എന്ന് നോക്കാൻ. ഈ പുറകെ വന്ന് നിൽക്കുന്നവന് ഫാത്തിഹ പോലും നേരെ ഓതാൻ അറിയത്തില്ല. ഓനാ നോക്കണേ. അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ പോലും നേരെ ഓതാൻ അറിയില്ല. ഒരു ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്ത ആളെ ഇമാമിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഖൈറാകുന്ന കാലം വരെ അള്ളാഹു ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പഠിക്കുന്ന ഒരു കാര്യം, ഞാൻ പള്ളിയിലെ ഇമാം ആകരുതെന്ന് വിചാരിക്കുന്ന ആളാണ്. അത്രത്തോളം ത്യാഗപാടോ പള്ളിയിലെ ഇമാമെന്ന് പറയാന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത കഷ്ടപ്പാട്. എന്തൊരു ബേജാറെന്നറിയും. അള്ളാഹു ആലം പടച്ചോനെ, അള്ളാഹു നമ്മുടെയൊക്കെ ഖിദ്മത്തുകൾ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നാട്ടുകാർ നല്ലവനെന്ന് പറയാം, ഓൻ അറിയാത്ത കൊണ്ടാണ്. നിന്റെ യഥാർത്ഥ സ്വഭാവം നിന്റെ കൂടെ കിടക്കുന്നവൾക്കറിയാം. അപ്പോൾ ആ ഭാര്യ നല്ലത് പറയണമെങ്കിൽ അവൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം, വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, അവളെ സന്തോഷിപ്പിക്കണം. ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം, അവളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം, അവളെ കറങ്ങാൻ പുറത്തു കൊണ്ടുപോകണം, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇതങ്ങനൊന്നുമല്ല. ഇതാ പറഞ്ഞ നബിതങ്ങളുടെ കാലത്ത് മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല, നമുക്ക് ബോറടിക്കുന്നുണ്ടോ? ഞാൻ ഇരുന്നോട്ടെ ഒന്ന് ചെറുതായിട്ട് എൻ്റെ ഗുളികയുടെ പവർ കഴിഞ്ഞിട്ട് ഇരുന്നോട്ടെ, വിരോധമൊന്നും ഇല്ലല്ലോ. ഇരുന്ന് ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു
എല്ലാവരും ഇങ്ങോട്ട് കയറി വന്നോടോ, വാ അടുത്തിരിക്കറോ, വാ. എടുത്തിട്ടോ, കസേര എടുത്തിട്ടോ, എല്ലാവരും കയറിയിരിക്കടോ, വാ. കസേര എടുത്ത് ഇങ്ങോട്ട് കയറിയിരിക്കുക, ഇനി കൊറോണ ഒന്നും ഇല്ലടോ, വാ. ഞാൻ നിർത്താ, പെട്ടെന്നോ. കസേര എടുത്തിട്ട് വേണം മക്കളെ, ചെയർ എടുത്തിട്ട് വാ. കയറി കസേര എടുത്തിട്ട് വരിക. അൽഹംദുലില്ലാ. മസില് പിടിച്ചിരിക്കാതെ വാചങ്ങാതി അവിടെ ഇരുന്നാൽ കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് കയറി ഇരുന്ന ചന്ദനം ചാരിയ ചന്ദനം വേണം. എഴുന്നേക്ക് ചെറുപ്പക്കാരൊക്കെ എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേറ്റ്. അൽഹംദുലില്ലാ. ഒരു 3 സ്വലാത്ത് പറ, അല്ലാഹ് ഈമാൻ കൊടുക്കട്ടെ. പറ സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഴുവനും ഈ ചെറുപ്പക്കാർ മുഴുവനും ഇവിടെ സുന്നത്തി ജമാഅത്തിന്റെ ആൾക്കാർ അൽഹംദുലില്ലാ. ഇവിടെ സംഘടനയൊന്നുമില്ല, എല്ലാവരും ഉണ്ട് അൽഹംദുലില്ലാ. സ്വർഗത്തിലും സംഘടനയൊന്നുമില്ല. അള്ളാഹു ആ സുന്നത്തി ജമാഅത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അവിടെ സംഘടനയൊന്നുമില്ലടോ അൽഹംദുലില്ലാ. അവിടെ ഫരീഖും ഫിൽ ജന്ന അൽഹംദുലില്ലാ. ആ ഒരു നല്ല രീതിയിൽ നമ്മൾ ജീവിച്ച എല്ലാവരെയും ബഹുമാനിക്കണം, ആദരിക്കണം. ഉസ്താദന്മാരാ, ആലിമീങ്ങളാ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നിങ്ങളുടെ ആക്കിബത്ത് മോശമാക്കി കളയരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദന്മാരെ ബഹുമാനിക്കുക, തങ്ങന്മാരെ ബഹുമാനിക്കുക. അതെന്തെങ്കിലും സംഘടനപരമായി ആശയപരമായി അതൊന്നും നമ്മൾ നോക്കരുത്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അൽഹംദുലില്ലാ എല്ലാം ദീനിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അള്ളാഹു നമ്മുടെ നേതൃത്വങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ എത്ര മണി വരെ ഉണ്ട് സാധനം? 10:40 ഒരു 10-15 മിനിറ്റ് ഇരിക്കൂലേ? നിങ്ങൾക്ക് എന്തോ ഒരു വൈരാഗ്യം ഉള്ളതുപോലെ. സുബൈ നിസ്കരിക്കണ്ടേ? അല്ലാഹു അലം. വയല് കേട്ടിട്ടൊന്നും കാര്യമില്ല കാക്കാമാരെ, ചുമ്മാ വയല് കേട്ടിട്ട് എന്ത് കാര്യം? വയല് കേട്ട് നമ്മളിപ്പോൾ തലതിരിഞ്ഞു. എല്ലാവരും ചിലരെന്നോട് പറയും, ഉസ്താദ് നിങ്ങളുടെ വയല് കേട്ടിട്ടാ ഉറങ്ങണമെന്ന്. സത്യം പറഞ്ഞാൽ ഓനെ തലയ്ക്കൊന്ന് കൊടുക്കാൻ തോന്നും. ഓൻ പറഞ്ഞ് സത്യം പറഞ്ഞാൽ അത് കത്തിയിട്ട് കുത്തണ പോലെ എനിക്ക് ഫീൽ ചെയ്യണേ. പണ്ട് പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്നു, ഇപ്പോൾ വയല് കേട്ടിട്ട് ഉറങ്ങുന്നു. അത്രേ ഉള്ളൂ. ഉസ്താദ് നിങ്ങളുടെ വയല് കേട്ടിട്ടാ ഞാൻ ഉറങ്ങണേന്ന്. അപ്പോൾ വയല് കേട്ടിട്ടാ ഇപ്പോൾ ഉറങ്ങണത്. എല്ലാവരും വയല് കേൾക്കണവരാ. എന്നിട്ട് വല്ല മാറ്റമുണ്ടോ? എന്തെങ്കിലും മാറ്റമുണ്ടോ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണം? വല്ല മാറ്റമുണ്ടോ? വയലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? വയലിൻ്റെ പവർ എന്തെന്നറിയോ? വയലെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലടോ. വയലിൻ്റെ പവർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരു പെണ്ണിൻ്റെ ചരിത്രം പറയുന്നു. ഒരു പെണ്ണിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ഈമാനിൻ്റെ വിഷയത്തിൽ ലോകത്തുള്ള സർവ്വരും ഈ പെണ്ണിനെ കണ്ടുപഠിക്കണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു പെണ്ണിൻ്റെ ചരിത്രം പറഞ്ഞിട്ട് ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിമീങ്ങളോട് അള്ളാഹ് പറയുന്നു ആരെ കണ്ടുപഠിക്കാൻ? ആ പെണ്ണിനെ കണ്ടുപഠിക്കാൻ. ആ പെണ്ണാരാ? വല്ല നബിയുടെ ഉമ്മ ആണോ? അല്ല. നബിയുടെ ഭാര്യയാണോ? അല്ല. നബിയുടെ മോളാണോ? അല്ല. ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകള്, ഒരു സാധുവായ ഒരു മനുഷ്യന്റെ മകളെ കാണിച്ചിട്ട് അള്ളാഹ് പറയുന്നേ നിങ്ങൾ ഓളെ കണ്ടുപഠിക്കാൻ. ഓൾ ആരുടെ ഭാര്യയാണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിൻ്റെ ശത്രു സാക്ഷാൽ ഫിർഔനിൻ്റെ ഭാര്യയായ ആസിയ ബിബി റളിയല്ലാഹു തആല. ആരുടെ ഭാര്യ? നിങ്ങൾ എന്താ ഇങ്ങനെ? ആരുടെ ഭാര്യ? ലോകത്തിലെ ഏറ്റവും വലിയ ഓനെക്കാളും വലിയ ശൈത്താൻ ലോകത്തുണ്ടോ? ഉണ്ടോ? ഇല്ലടോ. ഞാൻ അങ്ങനെ തന്നെ പറയും. എടോ, നാളെ നരകത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇബിലീസ് ഒരു പ്രസംഗം നടത്തും. ഇബിലീസ് ഇങ്ങനെ പ്രസംഗം നടത്തിയിട്ട് ഇങ്ങനെ ബാബാ അളിയെ കയറിക്കോ ഓരോന്നിനും ഓരോ നരകത്തിൽ കയറ്റിവിടാ, പോടാ വരാം, എല്ലാത്തിനും ഇങ്ങനെ കയറ്റിവിടാ. അപ്പം നോക്കുമ്പോഴാ ഫിർഔൻ ഇങ്ങനെ നടന്നു വരുന്നു. ആര് നടന്നു വരുന്നു? ഓൻ്റെ പേര് കേൾക്കുമ്പോൾ എന്തോ പറയണ്ടേ? വേറെ ആരുടെയെങ്കിലും പേര് കേൾക്കുമ്പോൾ അങ്ങനെ പറയണോ? ഇബിലീസിന്റെ പേര് കേൾക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഓന് പ്രത്യേക ഒരു പവറാ. അപ്പൊ നാളെ ഫിർഔൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഇബിലീസ് ഇരിക്കണ സ്ഥലത്ത് നിന്ന് പതുക്കെ എഴുന്നേറ്റ് നിൽക്കും.
ടീച്ചറിനെ കാണുമ്പോൾ വിദ്യാർത്ഥി എഴുന്നേക്കണ പോലെ എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഇത് കാണുമ്പോൾ ഇബ്ലീസ് ചോദിക്കും, നീ എന്തിനാടാ എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റ്, എന്താ കളിയാക്കണോ നീ എന്നെ കളിയാക്കിയതാ. നീ എന്താ എന്നെ കളിയാക്കിയതാണോ? എന്നെ പിഴപ്പിച്ചത് നീയാടാ. ഫിറൗൻ ഇബ്ലീസിനോട് പറയാ, എന്നെ നശിപ്പിച്ച നീ ഒറ്റ ഒരുത്തൻ കാരണം ഞാൻ ഈ അവസ്ഥയിലെത്തിയെ. ഇന്ന് എന്നെ കാണുമ്പോ നീ കളിയാക്കുന്നോ? അപ്പൊ ഫിറൗൻ പറയും, ഈ നരകത്തീ കിടക്കുന്ന ജനങ്ങളെ മുഴുവനും പിഴപ്പിച്ചതാരാ? ഞാനാ. നിന്നെയും പിഴപ്പിച്ചതാരാ? ഞാനാ. പക്ഷെ നീ അവരെ പോലെ ഒന്നുമല്ല. നീ ഇത്തിരി കൂടെ മുകളില. കാരണം എന്തേ? ഇബ്ലീസ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനാ അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണം, ഉള്ളത് പറ. സാക്ഷാൽ ഇബ്ലീസ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ലോകത്തിന്റെ അധിപൻ ഞാനാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓനാണ് ആരെ പിഴപ്പിച്ചേ? എല്ലാരെയും പിഴപ്പിച്ചേ. പക്ഷെ ഈ ഫിറൗൻ എന്ത് പറഞ്ഞു? ഞാനാ റബ്ബെന്ന്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ഏതാ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവന്റെ ഭാര്യയാണ് ആര്? ആസിയ ഒരിക്കൽ കുളിക്കാൻ പോകുമ്പോ ഗ്ലാമർ കണ്ടിട്ട് ഫിറൗൻ പറഞ്ഞു എനിക്ക് വേണമെന്ന്. അങ്ങനെ കെട്ടിയേ. ആസിയ ബീവിയുടെ ഗ്ലാമർ കണ്ടിട്ട് ആര് കെട്ടിയ? ഫിറൗൻ കെട്ടിയേ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ആസിയ ജീവിതത്തിൽ ഒറ്റ വഴുത കേട്ടിട്ടുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര വഴുത കേട്ടിട്ടുണ്ട്? ഒറ്റ പ്രഭാഷണം, ഒരേ ഒരു പ്രസംഗം, ഒരല്പനേരം നീണ്ടു നിൽക്കുന്ന ഒറ്റ പ്രസംഗം കേട്ടവളാണ് ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. നമ്മളോ മൊബൈൽ നിറച്ചു വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള ഉസ്താദിന്റെ പ്രസംഗം. അതിനിടയിൽ പറക്കത്തിന് വേറെ ചിലതും കൂടെ ഉണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം ഉണ്ട് നമ്മുടെ മൊബൈലിൽ. ദുനിയാവുണ്ട്, ആഖിറമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരുടെ പ്രസംഗമാകട്ടെ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി ഫിറൗനിന്റെ കൊട്ടാരത്തിൽ പോയി നിന്നിട്ട് മൂസാ നബിയും ഹാറൂൻ നബിയും കൂടെ അല്ലാഹ് ആരാണെന്ന് ഫിറൗനിനോട് പറഞ്ഞു കൊടുക്കുന്ന പ്രസംഗമാണ് ആസിയ കേട്ടത്. ആസിയ നന്നായി, ഫിറൗൻ തലതിരിഞ്ഞു പോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ വഅദെന്ന് പറഞ്ഞാൽ ഇതാ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എൻ്റെ പൊന്നു സിറാജ്, നീയും വഅദല്ലേ പറയുന്നേ? ഞാൻ വഅദ് പറയുന്നത് നിന്നെ നന്നാക്കാനാന്ന് ആരാ പറഞ്ഞേ? നിങ്ങളാരെങ്കിലും നന്നാക്കാനാണോ ഞാൻ വഅദ് പറയണത്? അതിനിപ്പോൾ കേരളത്തിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് 10-650 കിലോമീറ്റർ ഓടി ഞാനിവിടെ വരേണ്ട കാര്യമുണ്ടോ? എടോ, ഞാൻ വഅദ് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാര് ഒരാമീൻ പറയടോ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ ആമീ മതി ഞാൻ നന്നാകാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളോട് ചോദിച്ചു, നബിയെ, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ എനിക്ക് ചെലവിനൊന്നും തരൂല. ഓനിങ്ങനെ വലിയ ആളെ പോലെ നടക്കുക നാട്ടുകാരുടെ മുമ്പിൽ. എന്ത് കൊടുക്കൂല? ചെലവിന് കൊടുക്കൂല. അതുകൊണ്ട് ഞാൻ ചോദിക്കാതെ ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കും നബിയെ, അത് അനുവദനീയമാണോ? ചോദ്യം എന്താ? ഭർത്താവിൻ്റെ അടുക്കൽ നിന്ന് അനുവാദമില്ലാതെ പൈസ അടിച്ചു മാറ്റാറുണ്ടെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ എടുക്കാറുണ്ട്. ഇത് എടുക്കാൻ പാടുണ്ടോ എന്ന്. അങ്ങനെ പാടുണ്ടോ? എടുക്കാൻ പാടുണ്ടോ? ആരാ പറഞ്ഞ പാടില്ല? മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹയോട് നബിതങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ നബിയിനാ റസൂലുള്ളാഹി. ആവശ്യമുള്ളത് എങ്ങനെ? തനിക്ക് അർഹതപ്പെട്ടത് പോലും കൊടുക്കൂല. ഒരാൾക്ക് 4 വരെ പെണ്ണ് കെട്ടാ. എത്ര വരെ പെണ്ണ് കെട്ടാ? 4 വരെ കെട്ടാം. ഈ 4 വരെ കെട്ടാമെന്ന് പറഞ്ഞാൽ ഒന്ന് മഹല്ലും കുടുംബവും അറിഞ്ഞു കെട്ടും, ഒന്നും ആരും അറിയാതെ എവിടെയെങ്കിലും പോയി ഒരു പെണ്ണും കെട്ടി വാടക വീട് എടുത്തു കൊടുത്തിട്ട് പറയുക, ആഴ്ചയിൽ പിരിവിന് വരുന്ന പോലെ ഞാൻ വരാമെന്ന്. ആ പരിപാടി അള്ളാന്റെ ദീനിലില്ല. അതില്ല. എവിടെയെങ്കിലും പോയി ഒരെണ്ണത്തിലെ കെട്ടി ആരും അറിയാതെ നിർത്തിയിരിക്കുക. ചിന്ന വീട് അവിടെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് മാസത്തിൽ ആഴ്ചയിൽ ചങ്ങായി വല്ലം വരെ 2 കിറ്റുവായിട്ട്. അതൊന്നുമില്ല. ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് പാടില്ല. അവർക്ക് ആവശ്യമുള്ളത് നീ കൊടുക്കണം. അള്ളാന്റെ ദീനിന്റെ നിയമം ഞാൻ പറയണേ.
എടാ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവൂ, അല്ലാത്തവൻ ദിക്റും പറഞ്ഞ് നടക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോൾ പെണ്ണുങ്ങൾ മിക്കവാറും എവിടെ ഇരിക്കണമെന്ന് അറിയില്ല, കൈയടിക്കുന്നുണ്ടാവും എഴുന്നേറ്റ് നിന്നിട്ട്. ആദ്യമായിട്ടാ ഒരു ചങ്ങാതി ഇങ്ങനെ വഴുതു പറയണേന്ന്. എടോ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവൻ എന്ത് ചെയ്യാവൂ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ഉള്ളത് പറ. കല്യാണം കഴിക്കാൻ പാടുള്ളൂ. നിനക്ക് തുണി കഴുകി തരണമെന്ന് നിർബന്ധമുണ്ടോ? ഭർത്താവിന്റെ തുണി ഭാര്യ കഴുകി കൊടുക്കണം നിർബന്ധമുണ്ടോ? ഭർത്താവിന് ചോറ് വെച്ചു കൊടുക്കണം നിർബന്ധമുണ്ടോ? നിന്റെ മക്കളെ നോക്കണം നിർബന്ധമുണ്ടോ? നിന്റെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും വെച്ച് വിളമ്പി തരണമെന്ന് നിർബന്ധമുണ്ടോ? വീടടിച്ചു വാരണം, പരിസരം വൃത്തിയാക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. നീ വേണമെങ്കിൽ ആളെ നിർത്തിയിട്ട് ചെയ്തു കൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതൊക്കെ ചെയ്യാൻ ആളെ നിർത്തണം. എന്നിട്ട് നീ ഓളെ നേരെ കിടന്ന് ചാടാ. ഓളത് വല്ലവും ചെയ്തു തന്നാ അത് അവളുടെ ഔദാര്യമടോ, അതൊരു ഹിദ്മത്ത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് നിന്റെ മുമ്പിൽ വന്നിട്ട് കാക്ക റീചാർജ് ചെയ്യാൻ പൈസ ഇല്ല, കാക്ക തുണി വേണം കീറിയിക്ക, ഇങ്ങനെ നടക്ക പുറകില്. ഓൾക്ക് ആവശ്യപ്പെട്ടതുപോലും കൊടുത്തില്ല, അർഹതപ്പെട്ടതുപോലും കൊടുക്കുന്നില്ല. അപ്പൊ ഹിന്ദിനോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എടുക്കാവൂ, എത്തിങ്ങാനിലാക്കിയേക്കരുത്. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ പേടിക്കണേ? നിങ്ങൾ കൊടുക്കണവരല്ലേ, അപ്പോൾ എടുക്കൂല. കൊടുക്കാത്തവനല്ലേ പേടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആര് പറയണം നമ്മൾ നല്ലവനാണെന്ന്? ആര് പറയണം? നമ്മുടെ ഭാര്യ പറയണം. നബിതങ്ങളുടെ ഭാര്യയോട്, ആയിഷ ബീവിയോട് ചോദിച്ചു, നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു? ഖാന ഖുലുഖുഹു ഖുർആൻ, എൻ്റെ ഭർത്താവ് ഖുർആനായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് നല്ല ഭർത്താവായി, മാതൃകപരമായിട്ടുള്ളൊരു ഭർത്താവായി ജീവിക്ക്. നിന്റെ ഭാര്യ പറയണം, എൻ്റെ ഇക്കച്ചി നല്ലതാ. ഇക്കാന്നല്ലേ വിളിക്കുക? അവിടെ ഭർത്താവിന് എന്താ വിളിക്കുക? മാപ്പിളയോ? അല്ലാഹു അടച്ചൻ. ഇതിലൊക്കെ ആവട്ടെ, ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നു. ഇക്ക അല്ലേ? എൻ്റെ ഭർത്താവ്, എൻ്റെ മാപ്പിള നല്ലതാ, എൻ്റെ ഇക്ക നല്ലതാന്ന് ആര് പറയണം? ഭാര്യ പറയണം. അൽഹംദുലില്ലാ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിലും നമ്മളെ ജോഡികളാക്കി തരുമാറാകട്ടെ. ആകണ്ടേ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈ പൊക്കിക്കേ. സ്റ്റേജിലിരിക്കണവരൊക്കെ പൊക്കിക്കോ. ലൈവാ ഉണ്ടാ, പലരുടെയും കൈ ഇങ്ങനെ ഇരിക്കുക. പൊക്കണോ അല്ല, വേണോ അല്ല. ഇരിക്കണത് അധികം പേരും പെണ്ണ് കെട്ടിയവരാ, എന്നിട്ടും പൊക്കണില്ല. അതെന്തേന്ന് എനിക്ക് മനസ്സിലായി. സിറാജ, ഓള് സ്വർഗത്തിലുണ്ടോന്ന്. പോട്ടെ, അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ. അപ്പം അൽഹംദുലില്ലാ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. ഇത് പറഞ്ഞപ്പോൾ, ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെണ്ണുങ്ങളുടെ തല ഈ ബിൽഡിങ്ങിന്റെ മുകളിലെത്തി. അവരൊക്കെ ഇങ്ങനെ പൊങ്ങി മുകളിൽ നിൽക്കുക. അൽഹംദുലില്ലാ, ഇപ്പൊ സ്വർണം ചോദിച്ചാൽ അവർ ഊരി തരും. ആ അവസ്ഥയിൽ അവർ നിൽക്കുന്നത്. ഇനി പെണ്ണിന് സ്വർഗത്തിൽ പോകണമെങ്കിലോ? ഇത് ഭർത്താവിന്റെ കാര്യം. ഇനി ഭാര്യയുടെ കാര്യമോ?